രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ആശങ്കയിലാക്കിയ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു. അതായത് ടെലഗ്രാം ആപ്പ് നിരോധിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ദേശീയ തലത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളും ഭാവിയും നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും രാജ്യത്ത് നടക്കിയ ചോദ്യപേപ്പർ ചോർച്ചയും സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണഘടനാപരമായ പരാജയങ്ങളിലൊന്നാണ്. എന്നാൽ ഈ വൻ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പരീക്ഷാ നടത്തിപ്പ് സംവിധാനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സമഗ്രമായി നവീകരിക്കുന്നതിനോ അഴിമതിയുടെ വേരെറുക്കുന്നതിനോ പകരം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ തികച്ചും യുക്തിരഹിതവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതുമാണ്. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഒടുവിലത്തെ ഉദാഹരണമാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യമൊട്ടാകെ ടെലിഗ്രാം എന്ന ജനപ്രിയ ആശയവിനിമയ ആപ്പിന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം. ചോദ്യപേപ്പർ ചോരുന്നതിന്റെ യഥാർത്ഥ ഉറവിടങ്ങൾ കണ്ടെത്താനും അത് തടയാനും കഴിയാത്ത ഒരു ഭരണകൂടം വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളെ കൂട്ടത്തോടെ നിരോധിക്കുന്നത് സ്വന്തം കഴിവില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയും മറച്ചുവെക്കാനുള്ള താൽക്കാലിക പുകമറ മാത്രമാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും NTA സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം കൊണ്ടാണ്. പരീക്ഷാ പേപ്പറുകൾ അതീവ സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന ലോക്കറുകളിൽ നിന്നും ബസ്സുകളിൽ നിന്നും ചോരുമ്പോൾ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും പരീക്ഷാ മാഫിയക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പകരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ അടിയന്തര അധികാരങ്ങൾ ദുരുപയോഗം ചെയ്ത് ടെലിഗ്രാം ആപ്പ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുകയാണ് ഭരണകൂടം ചെയ്തത്. ചോദ്യപേപ്പർ ചോരുന്നത് തടയാൻ കഴിയാത്ത സർക്കാർ അത് ചോർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ ആപ്പ് നിരോധിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം പരിഹാസ്യമാണ്. പേപ്പർ ചോരാതിരിക്കുക എന്നതാണ് യഥാർത്ഥ പരിഹാരം, അല്ലാതെ ചോർന്നതിന് ശേഷം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അടച്ചുപൂട്ടുകയല്ല വേണ്ടത്. ആപ്പ് നിരോധിച്ചതിനു പുറമെ ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചറും കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ തടഞ്ഞിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞതിനു ശേഷം പഴയ തീയതിയിലെ മെസ്സേജുകൾ എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പർ മുൻപേ ചോർന്നു എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നത് തടയാനാണത്രേ ഈ നടപടി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവുമാണ് കാണിക്കുന്നത്. രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർന്നു കഴിഞ്ഞു എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണിത്. ഇത്തരം ബാലിശമായ സാങ്കേതിക നിയന്ത്രണങ്ങൾ കൊണ്ട് പരീക്ഷാ മാഫിയകളെ തടയാനാകുമെന്ന് വിശ്വസിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. ഒരു സാധാരണ പ്രവേശന പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളിൽ ചോദ്യപേപ്പർ എത്തിക്കേണ്ടി വരിക, CISF CRPF പോലുള്ള കേന്ദ്രസേനകളുടെ കടുത്ത കാവലേർപ്പെടുത്തേണ്ടി വരിക ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. രാജ്യത്തെ സിവിൽ ഭരണ സംവിധാനത്തിലും വിദ്യാഭ്യാസ വകുപ്പിലുമുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണിത്. കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ആപ്പ് നിരോധിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണോ എന്ന് പൊതുസമൂഹം സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. NTA എന്ന പരാജയപ്പെട്ട ഏജൻസിയെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനോ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമായ കേന്ദ്രങ്ങളിലെ അഴിമതി അവസാനിപ്പിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. സുരക്ഷയുടെ പേരിൽ ഡിജിറ്റൽ സ്വകാര്യതയ്ക്ക് മേൽ കടന്നു കയറുകയും പരീക്ഷാ മാഫിയകൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലവന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഈ ഭരണകൂട പരാജയങ്ങളുടെ എല്ലാം യഥാർത്ഥ ഇരകൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ്. മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതിയവർ വീണ്ടും അതേ പരീക്ഷ എഴുതേണ്ടി വരുന്ന മാനസികാവസ്ഥ ദയനീയമാണ്. അതിനിടയിൽ ഡിജിറ്റൽ ലോകത്ത് സർക്കാർ ഉണ്ടാക്കുന്ന ഇത്തരം നിരോധനങ്ങളും അനാവശ്യ ഭീതികളും വിദ്യാർത്ഥികളിൽ കൂടുതൽ അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കോടതികളിൽ ടെലിഗ്രാം നൽകിയ അപ്പീലുകൾ സാങ്കേതിക കാരണത്താൽ തള്ളപ്പെട്ടെങ്കിലും ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം നിരോധനങ്ങൾ പ്രായോഗികമല്ലെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നു. ടെലിഗ്രാം നിരോധിച്ചാൽ പരീക്ഷാ മാഫിയകൾ VPN വഴിയോ മറ്റ് ഡാർക്ക് വെബ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുക തന്നെയാണ് ചെയ്യുക. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ച എന്ന യഥാർത്ഥ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ ടെലിഗ്രാം നിരോധനമെന്ന താൽക്കാലിക ബാൻഡേഡ് ഒട്ടിച്ച് തടിയുരാനാണ് ശ്രമിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വാചാളമാകുന്ന ഒരു സർക്കാർ സ്വന്തം ഭരണപരമായ പരാജയങ്ങൾ മറയ്ക്കാൻ സാങ്കേതിക വിദ്യയെ തന്നെ നിരോധിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ഇത്തരത്തിലുള്ള പുകമറകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് അധികകാലം ഒളിച്ചോടാൻ കഴിയില്ല.